ഒരു സിനിമാറ്റിക് നോവൽ. ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്നും സിനിമ പഠിക്കുവാനും നോവൽ എഴുതാനുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കുവാനും ചെന്നൈ ഗ്രാമത്തിലെത്തിയ ചെന്നൈ ഗ്രാമോ ഒരു സിനിമാറ്റിക് നോവൽ. ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമത്തിൽ നിന്നും സിനിമ പഠിക്കാനും നോവൽ എഴുതാനുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കാനും ചെന്നൈ നഗരത്തിലെത്തിയ ശ്രീറാമിനെ വരവേറ്റത് വിചിത്ര സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. അതിൽ പ്രണയവും പ്രതികാരവും സൗഹൃദവും യാത്രയും സിനിമയുമുണ്ട്. റാമിനൊപ്പം അവൻ്റെ അനുഭവങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചെന്നൈ ഉങ്ങളെ അൻപുടൻ വരവേർക്കുന്നത്. ഈ ഒരു ഡീറ്റെയിൽ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊരു പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്ന്. റാം കെയർ ഓഫ് ആനന്ദി. ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് എന്താണ് ഇതിന് മാത്രം സംസാരിക്കാനുള്ളത്? ഇതാണോ നിങ്ങളുടെ വിഷയം എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ആ വിഷയം പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ പഴയ പോലായി തുടങ്ങുന്നുണ്ട് അല്ലേ, എൻ്റെ വോയിസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, ബേപ്പൂർ സുൽത്താനായിട്ട് വരുന്നുണ്ട് എന്ന് ഒരുപാട് പേര് പറഞ്ഞു. ആൻഡ് താങ്ക് യു. അങ്ങനെ ഒരു റിട്ടേൺ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവർ ഈ വീഡിയോ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മോതിരം പരിചയപ്പെടുത്തി പോയ ആളാണ് ഞാൻ. ഏകദേശം 10 ദിവസത്തിന് മുകളിലായി ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഒരു വീഡിയോ അല്ല, ഒരു 3-4 വീഡിയോസ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, കാരണം അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാനുള്ളൊരു വിഷയമായിരുന്നു അത്. പല ആൾക്കാരും അതിനുശേഷം മെസ്സേജ് അയച്ചു എൻ്റെ അടുത്ത്, ചേട്ടാ അങ്ങനെ ഒരു മോതിരം കിട്ടാൻ എന്ത് ചെയ്യണം? ആ 4 വീഡിയോകളിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അങ്ങനെ ഒരു മോതിരം എൻ്റെ കയ്യിൽ കിട്ടിയത് തന്നെ ആക്സിഡൻ്റലിയാണ്. അത് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഭാഗ്യം കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടല്ല ആ ഒരു പേയ്മെൻറ്റ് നടത്തിയതും എൻ്റെ കയ്യിൽ ഇത് വന്നതും. പക്ഷെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. എനിക്ക് എന്തൊക്കെയോ തിരിച്ച് കിട്ടിയതുപോലുള്ള തോന്നലാണ്. ഒരുപാട് പേരെൻ്റെ അടുത്ത് അത് ചെയ്യരുത്, അത് ധരിക്കരുത്, അത് അക്സെപ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ നല്ലതിനായിരിക്കും ചിലപ്പോൾ അവരത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഞാനൊരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാനത് ചെയ്തപ്പം എനിക്ക് ഭയങ്കര പോസിറ്റീവാണ്. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഈവൻ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഈ ഹെൽത്തിന് പറ്റിയ പ്രശ്നങ്ങൾ, അത് കാരണം സംഭവിച്ച കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, എൻ്റെ വീട് പണി സ്റ്റക്കായി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താ നിങ്ങളോട് പറയുക, ഈ ഓടയിൽ ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിങ്ങനെ അട്ടിക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു കോലിട്ടൊരു കുത്തിയുള്ളൊരവസ്ഥ അല്ലേ, മൊത്തത്തിലൊക്കെ കൂടിയുള്ളൊരു ക്ലിയർ ആവൽ, ആ ഒരു സാധനം എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നു. മേ ബി ഞാൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പലപ്പോഴും ബേപ്പൂർ സുൽത്താൻ പറഞ്ഞിട്ടുള്ളത് പോലെ, നമ്മളൊരു പാറ്റേൺ സീക്കിംഗ് മൈൻഡ് ഉള്ളത് കൊണ്ട് മേ ബി ഇതുകൊണ്ടായിരിക്കാം അത് എന്ന് ഞാൻ ചിന്തിക്കുന്നതായിരിക്കാം. എന്തായാലും എനിക്കിതുകൊണ്ട് പോസിറ്റീവ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ പോസിറ്റീവ്സ് മാത്രമായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളായാലും സീരീസ് ആയാലും സിനിമകളായാലും വിഷയങ്ങളായാലും അത്ര ഡാർക്കല്ല, കുറച്ച് സോഫ്റ്റാണ്. കാരണം എനിക്ക് ഐ നീഡ് ടൈം. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കും. എന്ന് വെച്ചിട്ട് പക്ക റൊമാൻസിലേക്ക് ഞാൻ കടന്നതെന്നൊന്നും ചിന്തിക്കരുത്. ഒരുപാട് പേര് ഞാൻ ഈ പുസ്തകം വായിക്കുന്നു എന്നറിഞ്ഞപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ജോൺറ അല്ലല്ലോ അങ്ങനെ ചോദിച്ച ആളുകളുണ്ട്. അവരോടും കൂടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച്. ഞാൻ ഇപ്പോൾ പുസ്തകം വായിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പുസ്തകം വായിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ഞാൻ അങ്ങനെ പുസ്തകം വായിക്കാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് നമ്മൾക്കുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു ആർട്ടിക്കിൾ വായിക്കുന്നതും അറിവ് നേടുക എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടി ഒരു ആർട്ടിക്കിൾ വായിക്കുന്നത് രണ്ടാണ്. അതായത് ബേപ്പൂർ സുൽത്താനിന് വേണ്ടി ചെയ്തിട്ടുള്ള കോണ്ടൻറ്റുകളൊക്കെ എൻ്റെ തലച്ചോറിൽ നിറഞ്ഞു നിൽക്കുന്നൊന്നുമില്ല. അത് ആ വിഷയം നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസം, അത് കഴിഞ്ഞാൽ ഞാനത് വിടും. കാരണം അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അടുത്ത വിഷയം പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് ഞാനിപ്പം സൈക്കോളജിക്കലി ഒരു വീഡിയോ ചെയ്തു, അടുത്തത് പാരാസൈക്കോളജിക്കലി ആണെങ്കിൽ സൈക്കോളജി പാരാസൈക്കോളജി രണ്ടും 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ എനിക്ക് പാരാസൈക്കോളജി വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കുന്നത് പോലെ ഒരു സാധനം പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പം
അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് എക്സ്ട്രീം ആയതുകൊണ്ട് ഞാനത് തലയിൽ വെക്കാറില്ല. മീൻസ് ഇപ്പം ഏതൊരു വിഷയമായാലും അങ്ങനെ തന്നെയാണ്. ഇലുമിനാറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായാലും ശരി, ഡാർക്ക് കോണ്ടൻറ്റ് എന്തായാലും ശരി, അതൊക്കെ ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം തലയിൽ വെച്ചിട്ട് അടുത്ത വിഷയം തേടി പോകുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് അങ്ങനെ ആ സമയത്ത് മിസ്സായ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നോവലുകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2010 ഞാൻ കൂടുതലായിട്ട് പുസ്തകത്തിലേക്ക് എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന് കാരണമായത് സീക്രട്ട് എന്ന് പറയുന്നൊരു ബുക്കാണ്. സീക്രട്ട് വായിച്ചത് ഞാൻ 2 ദിവസം കൊണ്ടാണ്. പുസ്തകം വായിച്ച് തീർത്തു. പിന്നെ അതിനുശേഷം ഞാൻ നേരെ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ച് തീർത്തു. പിന്നെ മഞ്ഞവെയിൽ മരണങ്ങളൊക്കെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ്. അതിൻ്റെ ഇടയിൽ ഫ്രാൻസിസ് ഇട്ടുകോര വായിച്ചു. ഇതിനൊക്കെ വായിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് തിന്ന് തീർക്കുകയായിരുന്നു, സീരിയസ്ലി. അതായത് ഫ്രാൻസിസ് ഇട്ടുകോര ഞാൻ വായിക്കുന്നത് ഒരു ശനിയാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് ഞായറാഴ്ച വൈകുന്നേരം ഞാൻ ഫ്രാൻസിസ് ഇട്ടുകോര വായിച്ചു തീർത്തു. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ആടുജീവിതവും. എന്തുകൊണ്ട് ശനി ഞായർ തിരഞ്ഞെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഗ്രാഫിക് ഡിസൈനറായിരുന്നു, ജൂനിയർ ഡിസൈനറായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം വരെ എനിക്ക് ഓഫീസുണ്ടാവും. ഓഫീസിൽ നിന്ന് വന്നിട്ട് തിരുവനന്തപുരത്തെ ഒരു ഒറ്റപ്പെട്ട മുറിയിൽ ഞാൻ താമസിക്കുകയായിരുന്നു. ആ ഒറ്റപ്പെട്ട മുറിയിൽ താമസിക്കുമ്പോൾ വായന എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അന്ന് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നുമില്ല. ആകെ കയ്യിലുണ്ടായിരുന്നത് ഒരു ജാവയുടെ ഫോൺ മാത്രമാണ്. അതായത് ഇൻ്റർനെറ്റ് നമുക്ക് നമ്മുടെ ഫോണിൽ ഫേസ്ബുക്കോ സാധനങ്ങളൊന്നും ഇല്ല. ഇമെയിൽ ഓപ്പൺ ചെയ്യാൻ തന്നെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നു എന്നറിയാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും സമയം ചിലവഴിക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന ഒരു സമയമായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക പുസ്തകം വായിക്കാനും പിന്നെ അതുപോലെ തന്നെ സിനിമകൾ CD വാങ്ങി സിനിമകൾ കാണാനുമായിരുന്നു. CD വാങ്ങി സിനിമകൾ കാണുക എന്ന് പറയുമ്പം സാമ്പത്തികമായിട്ട് അന്ന് കുറച്ച് ബുദ്ധിമുട്ട്. അതിനേക്കാൾ എളുപ്പമായിരുന്നു ഒരു ലൈബ്രറി പോയിട്ട് പുസ്തകം എടുക്കുക, വായിക്കുക എന്നുള്ളത്. പറഞ്ഞു വരുന്ന വിഷയം, വീണ്ടും തിരിച്ച് അതേ അവസ്ഥയിലേക്ക് എത്താൻ ഈ ഒരു ഹോസ്പിറ്റൽ കാലം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കണ്ണിന് കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ട്. മീൻസ് കാഴ്ചപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, അല്ലാതെ വേറെ ടെൻഷനുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം ഏകദേശം November 6 മുതൽ ഒരു January വരെ ഞാൻ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറുണ്ടായിരുന്നില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് മാസ്ക് മാത്രം ഇട്ടിട്ട് വീടിൻ്റെ പുറത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ നടക്കും. അതും വെയിലത്തൊന്നും ഇറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ ഇറങ്ങിയിരുന്നത് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നടക്കാൻ വേണ്ടി പോകും. വൈകുന്നേരം രാവിലെ അങ്ങനെ നടത്താൻ വിടും. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുള്ളത് കൊണ്ട് അതും ചെയ്യേണ്ടെന്ന് പറയും. എന്നിട്ടൊരു January ഒക്കെ ആയ സമയത്താണ് ഞാൻ മെല്ലെ പുറത്തേക്കൊക്കെ ഇറങ്ങി വെയിലൊക്കെ ഒന്ന് കൊള്ളാൻ തുടങ്ങിയത്. പക്ഷെ അപ്പം എനിക്ക് സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ വെയിൽ കാണാൻ പറ്റുന്നില്ല. എനിക്ക് 11 മണി മുതൽ, അതായത് രാവിലെ ഒരു 11 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 4 മണി വരെയുള്ള വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പോഷർ കൂട്ടിയിട്ട് ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ വിഷ്വലാണ് എൻ്റെ കണ്ണിൽ കാണാൻ പറ്റുക. പുകഞ്ഞിരിക്കും മൊത്തത്തിൽ. അപ്പോൾ ഒരു തലവേദന പോലെയും കണ്ണ് നിറയുകയും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണിച്ചു. സൈറ്റിന് പ്രശ്നങ്ങളൊന്നുമില്ല, കണ്ണിന് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ചെക്ക് ചെയ്തു. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി മെഡിസിൻ കാരണം സംഭവിക്കുന്നതായിരിക്കാം. അതല്ല എങ്കിൽ ഇത്രയും ദിവസം അതായത് ഇരുട്ടുള്ള മുറിയല്ലേ, ഹോസ്പിറ്റലിലായാലും ശരി വീട്ടിലായാലും ശരി ഫുൾ കംപ്ലീറ്റ് ഒരു ഇരുട്ടാണ്. പ്രത്യേകിച്ച് തറവാട്ടിലാണ് താമസിക്കുന്നത്. അതൊരു ഇരുട്ട് തളം കെട്ടിക്കിടക്കുന്ന ഒരു സ്പേസാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം അതൊന്ന് മെല്ലെ റിക്കവറായി വരണം. ഇപ്പം എനിക്ക് അങ്ങനെ പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രെയിൻ ഇപ്പം ഇല്ല. പണ്ടെന്ന് പറയുമ്പം ഒരു മാസം മുമ്പുള്ള സ്ട്രെയിൻ ഇപ്പം ഇല്ല. ഗ്രാജുവലി ഞാൻ ക്ലിയർ ആയിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വായനയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പകുതി വെച്ച് വായിച്ചു തീർത്ത സാപ്പിയൻസ് വായിച്ചു തുടങ്ങി. സാപ്പിയൻസും ഈ പറഞ്ഞ പോലെ വായിച്ചു തുടങ്ങി എന്ന് പറയുന്നതിനേക്കാൾ തിന്നു തുടങ്ങി എന്ന് പറയുന്നതാണ് ശരി. കാരണം നല്ല കട്ടിയുള്ളൊരു പുസ്തകമാണത്. അത്ര പെട്ടെന്ന് നമുക്ക് ദഹിക്കാത്ത വിഷയങ്ങളാണ് അതിൽ സംസാരിക്കുന്നതും അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു ടോപ്പിക്കുമാണത്. മീൻസ് എല്ലാവരെയും കാര്യമല്ല, നമുക്കിപ്പം അത്ര വലിയൊരു എന്താ പറയുക എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ വായിക്കണം എന്നുള്ള വാശിക്ക് ഞാൻ എന്ത് ചെയ്തു, അത് വായിച്ചു. ഡാവിഞ്ചി കോഡിൻ്റെ മലയാളം വേർഷൻ കഴിഞ്ഞ ദിവസം 5 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. അതിനുശേഷം ഞാൻ ഉമാദത്തൻ എന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നൊരു പുസ്തകം,
അത് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോണ്ടല്ലോ, നമ്മൾ ഈ കാണുന്ന ക്രൈം ത്രില്ലർ ഒന്നുമല്ല. അതിൽ ഒരു മരണം സംഭവിച്ചാൽ ശരീരത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലൂടെ എങ്ങനെ കൊലയാളിയെ കണ്ടെത്താം എന്നുള്ളത് പല പല കഥകളിലൂടെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഉമാദത്തൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഒരു രക്ഷയില്ലാത്ത പുസ്തകം. അതിൽ ചില അവസാനത്തേക്കൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് അതിൻ്റെ ആ ഡെഡ് ബോഡീസിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നത്. അതാണ് ഈ റീസെൻ്റ്ലി ഞാൻ വായിച്ചിട്ടുള്ള കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു പുസ്തകം എന്ന് എനിക്ക് തോന്നുന്നു. ആ ഇടയ്ക്കാണ് വായിച്ച് തുടങ്ങിയ സമയത്ത് KLF, ഇപ്പോൾ കഴിഞ്ഞ മാസം KLF നടന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട്, അപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയ സമയത്ത് അപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് കുറച്ചൊന്ന് ഫ്രീ ആവാൻ വേണ്ടി ഒരു പുസ്തകം വേണമെന്ന് വിചാരിച്ചപ്പോഴാണ് റാം കെയർ ഓഫ് ആനന്ദി എൻ്റെ മുമ്പ് പെട്ടത്. ഞാൻ കുറേ ദിവസമായിട്ട് വായിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് എന്താ പറയുക, ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തുകയും അതിനൊരു എന്താ പറയുക വളരെ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തപ്പോൾ, എന്നാൽ അതിൻ്റെ ആ ഒരു ഓളം കഴിഞ്ഞതിന് ശേഷം വായിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചൊരു പുസ്തകം ഞാൻ വാങ്ങി. ഞാൻ വായിച്ചു തുടങ്ങി. തുടക്കത്തിൽ ഇപ്പോൾ പുസ്തകം വായിച്ചിട്ടുള്ള ചില ആളുകളുണ്ടെങ്കിൽ അവർക്ക് പൊതുവേ ഉള്ളൊരു അഭിപ്രായം ഞാൻ പറയാം. ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ സിനിമ പോലെ നമുക്ക് തോന്നുമായിരിക്കാം. ചെന്നൈ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ശരിയാണോ? അങ്ങനെ തന്നെയാണ് ഈ ഒരു സാധനം പോകുന്നത്. ഇത് എഴുതിയ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തെ ഒരു എഴുത്തുകാരൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ വേറെ ഏതെങ്കിലും പുസ്തകങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഒരു ഡയറക്ടറാണ്. അതായത് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ക്രിപ്റ്റിൽ എത്രത്തോളം ഡീറ്റെയിൽ കൊടുക്കുമോ ആ ഡീറ്റെയിൽസ് നമുക്കിതിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സിനിമ, അല്ലെങ്കിൽ പറയുമ്പോൾ പോലും ഞാൻ സിനിമ എന്ന് പറയുന്നത്, ഈ ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഭാഗങ്ങളിൽ ഒരു പൂ വീഴുന്നതിന് വരെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വിഷ്വലി ആ പൂ വീഴുന്ന സ്പീഡ് പോലും കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു റോഡ് സൈഡിൽ നിറഞ്ഞു കിടക്കുന്ന പൂക്കളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ആ രാത്രിയുടെ തണുപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ പൂക്കൾ വീണ് കിടക്കുന്ന സ്മെല്ലിനെ കുറിച്ചൊക്കെ നമുക്കിങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും. അത്രത്തോളം അദ്ദേഹം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് അത്ര ഡീറ്റെയിലിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ ഞാനൊരു സിനിമ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടും ഒരു തിരക്കഥാകൃത്താവണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. എങ്ങനെ നമുക്ക് ആ ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ പറയട്ടെ, ഈ ഒരു റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിന് ഒരു റൊമാൻറ്റിക് പുസ്തകമായിട്ട് മാത്രം ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരു റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ടേക്ക് ഓഫ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പറയാൻ ഭയപ്പെടുന്ന, പലപ്പോഴും പറയണം എന്ന് വിചാരിച്ചിട്ടും പറയാൻ കഴിയാത്ത ചില വിഷയങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും അല്ലെങ്കിൽ അവസാനിക്കുന്ന ആ മൊമെൻറ്റിലും ആ ഒരു വിഷമം നമ്മളിലേക്ക് എത്തിച്ചിട്ടാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്.